ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. ഗാർഡൻ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, ചെറിയ ചെറുത് ഞാനിങ്ങനെ ഇതുപോലെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ ഇതാ ഓടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പുല്ലൊക്കെ നിറഞ്ഞിട്ട് ആകെ ഒരു വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിയിട്ട് അതിൽ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ണും മണലും മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പോട്ടിംഗ് മിക്സ് റെഡി ആകുക കേട്ടോ. അപ്പോൾ എനിക്ക് മണൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ 2-3 ദിവസം മുന്നായിട്ട് തന്നെ നല്ല മഴ പെയ്തപ്പോൾ ഒലിച്ച് വന്നിട്ടുള്ള മണലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ മണലിലേക്ക് ഞാൻ നേരത്തെ പോട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ള മണ്ണെടുത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഈ ചട്ടി 200 രൂപക്ക് വാങ്ങിയതാണ് കേട്ടോ. 200 രൂപക്ക് 8 ചട്ടി കിട്ടും. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ അതിലുള്ള എല്ലാ മണ്ണും ഈ മണലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ മണ്ണും മണലും ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓടിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ചെടിച്ചട്ടിയുടെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ചട്ടിയിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം. അങ്ങനെ മണ്ണൊക്കെ നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ പിന്നെ ഈ മണ്ണിലേക്ക് ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇവിടെ കുറേ ചെടികൾ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ചട്ടിയിലാക്കണം എന്നുണ്ട്, പക്ഷേ എല്ലാം കൂടെ ചട്ടിയിലാക്കാൻ കഴിയില്ല. കാരണം എൻ്റെ കയ്യിൽ 8 ചട്ടിയേ ഉള്ളൂ. ഇനിയും ചട്ടിയൊക്കെ വാങ്ങുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇതുപോലെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ ഞാൻ 8 ചെടികൾ ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ആ 8 ചെടികളാണ് ചട്ടിയിലേക്ക് മാറ്റുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ 8 ചട്ടിയേ ഉള്ളൂ. അങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതാ എൻ്റെ ഗാർഡൻ ഇതാ മുഴുവനായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത് ആദ്യം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. ഞാൻ ഓട് കൊണ്ടാണ് ചട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിറയെ 10 മണിപ്പൂക്കളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ആദ്യം എടുത്തിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ.
പിന്നെ മഴയൊക്കെ പെയ്ത് ആകെ നാശമായി. ഇപ്പോൾ കുറച്ച് 10 മണി മുല്ലേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിട്ടോ. ഇത് ഞാൻ ചെറിയൊരു റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, നല്ല രസം അതിൻ്റെ ലീഫൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പടരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുള്ളതായിരുന്നു. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു ഉണ്ടായ സമയത്ത് കേട്ടോ. പിന്നെ അതൊക്കെ ആകെ നാശമായപ്പോൾ പിന്നെ അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പിന്നെ അല്ലാതെ കൂട്ടത്തിൽ കുറേ പുല്ലുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഇതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഈ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ ചെടി 2-3 എണ്ണമൊക്കെ ഞാൻ ഇപ്പം നട്ടതാണ്. അങ്ങനെ ഒരുവിധം ഞാൻ ക്ഷീണിച്ച് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഈ ഭാഗം കൂടെ ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. ഇത് പോർച്ചിൻ്റെ ഒരു സൈഡാണ്. ഓടൊക്കെ വെച്ചിട്ട് ഒരു കൂട് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലും പുല്ല് നിറഞ്ഞിട്ടുണ്ട്. അതും വൃത്തിയാക്കിട്ടോ. അപ്പം തന്നെ നേരം കുറേ വൈകി, മഗ്‌രിബ് ബാങ്ക് കൊടുക്കാവുന്ന സമയമായിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഓട് വെച്ചിട്ടുള്ള ഇതിലൊക്കെ ഇലച്ചെടികൾ നിറച്ച് വെക്കാമെന്ന് കേട്ടോ. ഇലച്ചെടികളാകുമ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പം അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഈ ഭാഗമൊക്കെ അതാ ഇതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗവും ക്ലീൻ ആക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പുതുതായിട്ട് നിറച്ച് വെച്ചിട്ടുള്ള ചെടിച്ചട്ടികളൊക്കെ ഞാനിതാ ഇതുപോലെ ഈ ഓടിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വരിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയ ഗാർഡനൊന്നും പറയാനില്ല കേട്ടോ. ഞാനിങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഗാർഡനാണ്. കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്